ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഒരു ഓഫീസ് ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എനിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ എങ്ങനെയും ഒരു 2-2.5 മണിക്കൂർ എടുക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ മുന്നിൽ കാണാം കേട്ടോ. കാരണം ആദ്യം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ ആദ്യം ബസ് പിടിച്ച് ബസ്സിൽ തന്നെ എനിക്ക് എങ്ങനെയും സ്റ്റേഷനിൽ എത്താൻ 1 മണിക്കൂർ പിടിക്കും. പക്ഷേ മുംബൈത്തെ ട്രാഫിക്കിൽ ഇതൊക്കെ കോമൺ ആണ്. പിന്നെ അത് കഴിഞ്ഞ് മെട്രോവും പിടിച്ച് നടന്ന് ഓഫീസിലെത്തുമ്പോൾ എങ്ങനെയും ഒരു 11 മണി കഴിയും. പിന്നെ ഓഫീസിലെത്തി പിന്നെ ആകെ ടയേർഡാവും കേട്ടോ. പിന്നെ വിചാരിക്കും പോട്ടെ, ആഴ്ചയിൽ 3 ദിവസമല്ലേ പോകുന്നുണ്ടുള്ളൂ, അങ്ങനെ പറഞ്ഞ് സമാധാനിച്ച് പോകും. എത്തിയ ഉടനെ തന്നെ എനിക്ക് ഒരുപാട് പണിയുണ്ടാവും. അപ്പോൾ ഈ പണിയെല്ലാം നോക്കി ചെക്ക് ചെയ്ത് തലേ ദിവസത്തെ പണിയെല്ലാം ഫോളോ അപ്പ് എല്ലാം ചെയ്ത് ഇമെയിലും കോൾസും എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉച്ചയാവും. പിന്നെ ഞാൻ വിചാരിക്കും എന്നാൽ പിന്നെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാമല്ലോ എന്ന്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ കൊണ്ടുവന്ന് ചിക്കൻ സാലഡാട്ടോ ഗൈസ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് ഭയങ്കരമായിട്ട് എളുപ്പമായിട്ട് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ്. ഒരു ക്വിക്ക് ലഞ്ച്. കുറേ നേരം പണി ഇത് ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ചെയ്യുക. അപ്പോൾ വിചാരിച്ചു സെപ്റ്റോ കേഫിൽ എന്തെങ്കിലും ഓർഡർ ചെയ്യുക. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തില്ലേ ഗൈസ്, ചോക്കോലവ കേക്കാണ് കേട്ടോ. ഇത് ഞാൻ എപ്പോൾ ഓർഡർ ചെയ്തിട്ടും ഒരിക്കൽ പോലും ഞാൻ ഡിസപ്പോയിൻ്റ് ആയിട്ടില്ല. കാരണം സെപ്റ്റോ എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ വിചാരിക്കില്ലേ ഒരു നോർമൽ 10 മിനിറ്റ്സ് കൊണ്ട് വരുന്ന കേക്കിന് എന്താ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ ഇതങ്ങനെയല്ല, ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പണിയെല്ലാം തീർത്ത് ഞാൻ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴേക്കും ഞാൻ ഓഫീസിൽ ഇറങ്ങും. തിരിച്ച് സെയിം അതേ വഴി നടന്ന് മെട്രോ പിടിച്ച് ട്രെയിൻ പിടിച്ച് പിന്നെ എത്തി വരുമ്പോഴേക്കും ആകെ വലയും കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ രാത്രി വീട്ടിലെത്തുമ്പോഴേക്കും 9:30 ആവും. പക്ഷേ ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നില്ല. ഇന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കാണണമായിരുന്നു. അവരുടെ കൂടെ കുറച്ചൊരു സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ അവരെ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു സ്റ്റേഷനിൽ നിന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞ് അവർ വന്നപ്പോൾ ഞങ്ങൾ പോയത് ഫ്ലവേഴ്സിൻ്റെ മാർക്കറ്റിലേക്കായിരുന്നു. ഇത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു ഗൈസ്. ഒരു കണ്ടപ്പോൾ എല്ലാം ഫ്ലവറും വാങ്ങിക്കുമെന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്നാക്കുകളൊക്കെ കഴിച്ച് സ്നാക്കൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോയി ഡിന്നറിന് വേണ്ടി. കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറിന് ഞങ്ങൾ കഴിച്ചത് ലോലിപോപ്പ്, പിന്നെ ചപ്പാത്തി, പിന്നെ ഇത് ചിക്കൻ്റെ ഏതൊരു കറിയായിരുന്നു. ഇതിൻ്റെ പേര് എനിക്കിപ്പോൾ ഓർമ്മയില്ല. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാത്രി ഏകദേശം ഒരു 10:30-11 മണിയാണ്. ഇതെല്ലാം ദിവസം ഇങ്ങനെ തന്നെ ആണോന്നില്ല, പക്ഷേ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു. അപ്പോൾ